ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം എന്ന വൻമരം വീഴുകയാണ്. വീഴുക എന്ന് പറഞ്ഞാൽ സാധാരണ ഈ മരം നിലം പൊത്തി അങ്ങ് വീഴുന്നത് പോലെയല്ല. ശിഖരങ്ങളെല്ലാം ഒടിഞ്ഞ് ചതഞ്ഞ് ഇനി എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ഇനി ആ മരം മുറിച്ച് വെട്ടി കീറി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ആ തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം വീണിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 7 ദിവസത്തെ ഒളിച്ചുകളികൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയിരിക്കുന്നു. ബലാത്സംഗം, ഗർഭചിത്രം, യുവതിയെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ രാഹുൽ ചെയ്തിട്ടുണ്ട് എന്ന കോടതിക്ക് ബോധ്യമായി. ഡോക്ടറുടെ മൊഴികൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിരുന്നു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം ഇനി ബാംഗ്ലൂര് കറങ്ങിയാലും കർണാടകത്തിൽ കിടന്ന് കറങ്ങിയാലും എവിടെ കറങ്ങിയാലും പിടികിട്ടാ പുലിയായി തുടരേണ്ടി വരും. അറസ്റ്റ് കീഴടങ്ങിയില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കീഴടങ്ങിയ മതിയാകും. ഒരു യുവ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. പെട്ടെന്ന് തന്നെ ദാ വന്നു എന്നതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പെട്ടെന്നൊരു നാൾ ഉദിച്ചുയർന്ന ഒരു നക്ഷത്രം അതുപോലെ തന്നെ അണയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടം ഡോ വിജയ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കാണുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന, അതായത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളിനെ വാക്കുകൾ കൊണ്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. അത് പാർട്ടിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പാലക്കാട് ഷാഫി മാറി രാഹുൽ വന്നപ്പോൾ രാഹുൽ വിജയിക്കുമോ എന്നുള്ളൊരു ചോദ്യം പാർട്ടിക്ക് പോലും ഇല്ലായിരുന്നു. കാരണം 100% പാർട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിജയിക്കും. അത്രത്തോളം ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് ഒരുപാട് അപസ്വരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നെങ്കിലും ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടം ഒരു നായകനായിരുന്നു. ഇപ്പോൾ ഒരു വില്ലനായി മാറിയ രാഹുൽ മാങ്കൂട്ടം ഒരു സമയത്ത് ജനങ്ങൾക്കിടയിൽ ഒരു നായക പരിവേഷമായിരുന്നു. ആ നായക പരിവേഷം കൃത്യമായി കൊണ്ടുപോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ ഒരു വീക്ക്നെസ് ആയി പോയി എന്നുള്ളതാണ്. അതായത് ഈ ബെഡ്ഷീറ്റ് മാറുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് നമ്മളൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും നമ്മൾ ഒരു പക്ഷെ നനയ്ക്കാതെ ഉപയോഗിക്കും. ഇയാൾ അങ്ങനെയുമല്ല. സ്ത്രീകളെ ഇങ്ങനെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എല്ലാ സ്ത്രീകളും ഇരകളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൽ ചില സ്ത്രീകൾ യഥാർത്ഥ ഇരകളാണ്. ശ്വാസം മുട്ടി പാനിക് അറ്റാക്ക് വന്നപ്പോൾ പോലും തന്നെ മൃഗീയമായി അയാൾ ബലാത്സംഗം ചെയ്തു എന്ന് ഒരു പെൺകുട്ടി പറയുമ്പോൾ ആ പെൺകുട്ടി ആ സമയത്ത് അനുഭവിച്ച വേദന എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ പാർട്ടിയും കൈവിട്ടിരിക്കുകയാണ്. ഇനിയൊരു രാഷ്ട്രീയ ഭാവി രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ കൃത്യമായി പറയാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടുകാർ അവരെയൊക്കെ ഒരുപക്ഷെ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടിയിരിക്കുന്നു. അമ്മ, സഹോദരങ്ങൾ, കുടുംബക്കാർ, അവർ ഈ സമയത്ത് മകന്റെ പേരിൽ അനുഭവിക്കുന്ന നാണക്കേട്, ഈ സമയത്ത് മകന്റെ പേരിൽ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട്, സമ്മർദ്ദം, ഇതൊക്കെ കാണാതിരിക്കാൻ കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, മക്കൾ നന്നായില്ല എങ്കിൽ, മക്കൾ വഴിതെറ്റിപ്പോയാൽ, മക്കൾ പെണ്ണുപിടിയന്മാരായി പോയാൽ അച്ഛനമ്മമാർ ഇത്രയ്ക്ക് സഹിക്കേണ്ടി വരും എന്നുള്ളത് ഇതൊരു ഉദാഹരണം മാത്രമാണ്. എന്തായാലും രാഹുൽ കുറ്റം ചെയ്തു എന്നുള്ളത് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. കോടതിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കമാണ് പ്രതിഭാഗം കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയത്. അതിജീവിതയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന വാട്സപ്പ് ചാറ്റുകളായിരുന്നു പ്രോസിക്യൂഷൻ കൂടുതലായും ആശ്രയിച്ചത്. കോടതി അനുമതിയോടെ പിന്നീട് കൂടുതൽ വാട്സപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കി. പ്രതിഭാഗത്തിന്റെ വാദം ആദ്യം കോടതി കേട്ടു. ശേഷം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ കൂടി കോടതി പരിശോധിച്ചു. തുടർന്നാണ് വിധി പുറപ്പെടുവിച്ചത്. ബലാത്സംഗം, ഗർഭചിത്രം നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. നിസ്സഹായയായ സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യം പകർത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്ന ആരോപണമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന പോലീസ് റിപ്പോർട്ട്, ഈ ഒരു ഗർഭചിത്രം നടത്തിയതിന്റെ തെളിവുകൾ, അങ്ങനെ 3 ശക്തമായ തെളിവുകൾ രാഹുലിനെതിരെ കോടതിയിൽ ഹാജരായി. സമ്മതപ്രകാരമായിരുന്നു ശാരീരികമെന്ന രാഹുലിന്റെ വാദം ഖണ്ഡിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി 23-കാരിയെ പീഡിപ്പിച്ചു എന്ന കേസിലെ FIR കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. പരാതിക്കാരെ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയായിരുന്നു ഭീഷണിയെന്നും
ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസും കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗം കോടതിയിൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ആരോ മെയിൽ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൂട്ടിയതാണ് പുതിയ കേസ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധമാണെന്നും യുവതിയുടെ ഇഷ്ടപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയതെന്നുമാണ് പ്രതിഭാഗത്തിന്റെ നിലപാട്. ഫോൺ വീഡിയോകളും ചാറ്റുകളും റെക്കോർഡ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തും സൂക്ഷിച്ചത് ഗൂഢ ഉദ്ദേശത്തോടെയാണെന്നും പരാതി നൽകാൻ യുവതിക്ക് തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്നും CPM BJP ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിലെന്നും വാദിച്ചു. പക്ഷേ ഫലം ഉണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടം ജയിലിനകത്തേക്ക് തന്നെയാണ്. ഇനി ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടം അകത്തേക്കാകാം. ഇപ്പോ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം ഒഴിയണം എന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നു. രാഹുലിനെ പാർട്ടി പുറത്താക്കി. ഒരു 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 നേതാവിന്റെ ഏറ്റവും വലിയ പതനം. ഈ അടുത്ത കാലത്തൊന്നും കേരളം ഇങ്ങനെ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളം അത്രത്തോളം വലിയ ഒരു സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അടുത്ത ഉന്നം ഷാഫി പറമ്പിൽ. അതിനും അണിയറയിൽ വക്ക് പൊട്ടിയ ഒരു അലുമിനിയം പാത്രം ഒരുങ്ങുന്നുണ്ട്. കോടികൾ വച്ചുള്ള കളികൾക്ക് സ്വന്തം പാർട്ടിക്കാരുമുണ്ട്. പാവൻ രാഹുൽ, ഇനി യുവജനങ്ങളെ ആര് നയിക്കും? രാജ്യം ബഹുമാനിച്ച വ്യക്തിയുടെ മകളെ തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച നിനക്ക് ഇനിയും ഇതിലും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതായത് പത്മജ വേണുഗോപാലിനെ അധിക്ഷേപിച്ചതിന്റെ കാര്യമാണ് ഈ കമന്റുകളിലൂടെ ആളുകൾ പറയുന്നത്. സ്വന്തം പാർട്ടിയെ ചതിച്ച ആ മഹതിക്ക് നടുവിരൽ നമസ്കാരം. വെളുപ്പിക്കാൻ മാക്സിമം നോക്കുന്നവർ ഇടപെടലം 3G. കുറെ വെളുപ്പിക്കാൻ നോക്കി കോടതി ജാമ്യം നിഷേധിച്ചതോടെ സത്യം പറയാൻ തുടങ്ങി. നീ ഒരാളിട്ടേക്കുന്ന മാത്യു ചെറിയാൻ എന്ന് പറയുന്ന ഒരാളിട്ടേക്ക് നീ വിളിച്ചത് എടോ വിജയ എന്ന്, നീ വിളിച്ചത് ഗോവിന്ദ എന്ന്, നീ വിളിച്ചത് ജയരാജ എന്ന്, നീ കളിയാക്കിയത് മരുമോനെ എന്ന്, നീ കുഞ്ഞനന്തൻ സഖാവ് മരിച്ചപ്പോൾ പറഞ്ഞത് കുഞ്ഞനന്തൻ ചത്തു എന്ന്, നീ അപമാനിച്ചത് അമ്മ പെങ്ങൾ തരുന്ന പൊതിച്ചോറിനെ, നീ കട്ടത് വയനാട് ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ ജനങ്ങൾ നൽകിയ പണം, നീ അഴിക്കുള്ളിൽ പോകുന്ന ദിവസം ഞങ്ങൾ ആഘോഷിക്കും ഒരു 10,000-ന്റെ പടക്കം പൊട്ടിച്ച്. കുടുംബ കോടതികൾ ഇനി മുതൽ വേണ്ട. 4 പ്രാവശ്യം നന്നായി എൻജോയ് ചെയ്തു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ട CPM-ലേക്ക് എന്ന് പറയുന്നുണ്ട്. രാഹുലിനെ ബാംഗ്ലൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ഡ്രൈവർ കസ്റ്റഡിയിൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നാണം കെട്ട് പുറത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് മുൻകൂർ ജാമ്യമില്ലാതെ ഇനി എവിടെയൊക്കെ കറങ്ങി നടന്നാലും രാഹുൽ പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് രാഹുൽ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ രാഹുൽ മാങ്കൂട്ടത്തിനായി കാത്തുവച്ച വിധി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതിൽ മറ്റാർക്കും പാർട്ടിക്കോ രാഹുലിനെ ആരെങ്കിലും വീഴ്ത്തിയതാണെന്നോ രാഹുലിനെ സ്ത്രീകൾ ആരെങ്കിലും ഇതൊന്നും ആരെ തലയിലും ഈ തെറ്റ് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഇരയെന്നോ അവൾക്കൊപ്പമെന്നോ അവനൊപ്പമെന്നോ നാട്ടുകാർക്കൊപ്പം ഒന്നും പറയുന്നില്ല. ഇവിടെ പറയാനുള്ളത് അവനവൻ ഉണ്ടാക്കി വെക്കുന്ന താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വരും. ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് അമ്മമാർ പ്രാർത്ഥിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടണമെന്ന്. ഒരു സ്ത്രീ ജഡ്ജി വിധി പറയുന്നപ്പോൾ ഒരുപാട് അമ്മമാർ പറഞ്ഞു ഇപ്പോഴത്തെ സ്ത്രീകളുടെ മനോഭാവം ഒരുപക്ഷെ സ്ത്രീയായ ജഡ്ജിക്ക് മനസ്സിലാക്കാൻ കഴിയും. പല ആണുങ്ങളെയും കൊടുക്കാൻ വേണ്ടി പല സ്ത്രീകളും രംഗത്തിറങ്ങുന്നതാണെന്നൊക്കെയല്ല. പക്ഷേ ജഡ്ജിയുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ ജഡ്ജി കൃത്യമായി പരിശോധിച്ചു. ഒരു 23 വയസ്സായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി അവൾ ആ മെയിൽ അയച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മെയിലിലൂടെ മനസ്സിലാക്കാൻ മറ്റാരോടൊപ്പവും നിൽക്കുന്നില്ല. പക്ഷെ 23 വയസ്സുള്ള പെൺകുട്ടിയെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അവളുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം, നിങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിച്ച വിധിയാണ്. നിങ്ങൾ പെണ്ണുങ്ങളെ ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടു. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകാം, നിങ്ങൾ അങ്ങനെയുള്ള സ്ത്രീകളെയും കണ്ടിട്ടുണ്ടാകാം. പക്ഷേ നിരപരാധികളായ ഇരകളുണ്ട്. അവരുടെ ശരീരം വച്ചും ജീവിതം വച്ചുമാണ് നിങ്ങൾ കളിച്ചത്. ആ കളിച്ചതിന് എത്രയൊക്കെ ആരൊക്കെ നിങ്ങൾക്കൊപ്പം പലപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് എവിടെയൊക്കെ ന്യായമുണ്ടെന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊപ്പം നിന്നതും ബാധിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. എവിടെയൊക്കെ നിങ്ങളിൽ ന്യായമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ 1-2 കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇനിയും പോലീസിനെയും ജനങ്ങളെയും വിഡ്ഢികളാക്കാതെ സ്വയം വിഡ്ഢിയാകാതെ പിടികൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും അവസാനത്തെ പോംവഴി. സത്യം ഒരു നാൾ മമ്മൂട്ടി പറയും പോലെ മറനീക്കി പുറത്തു വരും. അതുവരെ കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ വീഴ്ത്തിയവരും നിങ്ങളെ വീഴണമെന്ന് ആഗ്രഹിച്ചവരുമൊക്കെ കൈകൊട്ടി സന്തോഷിക്കട്ടെ, ചിരിക്കട്ടെ, ബഹളം വയ്ക്കട്ടെ. ആരും 100% പെർഫെക്റ്റ് അല്ല. ആരും
100% സത്യസന്ധരല്ല, ആരും 100% നല്ലവരുമല്ല. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് കണ്ടക ശനി ഉണ്ടാകും, അത് കൊണ്ടേ പോകും. നിങ്ങൾക്കിപ്പോൾ കണ്ടക ശനിയാണ്, നിങ്ങൾ അനുഭവിച്ചേ മതിയാകും.